മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും 32,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ടൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ യോഗ്യതയിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. നമ്മൾ മുൻപേ പറഞ്ഞതാണ് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ അടിക്കടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു നോട്ടീസ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ കംപ്ലീറ്റ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ്. അപ്പോൾ സൈലത്തിൽ ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. RRB ഗ്രൂപ്പ് ഡി യാത്രാ ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കേന്ദ്ര സർക്കാർ പരീക്ഷകൾ എഴുതി വിജയിച്ചിട്ടുള്ള അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും ഒക്കെ സൈലം തന്നെ നൽകുന്നതായിരിക്കും. എനിവേ, ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഒരു നോട്ടീസ് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്കും കൂടി കിടക്കാം. അപ്പോൾ നമ്മുടെ റെയിൽവേയിലേക്ക് 32,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് ഒരുപാട് അവസരങ്ങളാണ് മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. എല്ലാ അവസരങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തന്നെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം തുടക്കത്തിലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ്. റെയിൽവേ ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് ഒരു നോട്ടീസ് ഇപ്പോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ വാട്സപ്പ് ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റുകളും പിന്നെ അതുപോലെ തന്നെ പഠന സംബന്ധമായ കാര്യങ്ങളും എല്ലാം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങാം. ഡീറ്റെയിൽസൊക്കെ ഒന്ന് വ്യക്തമായിട്ട് തന്നെ നോക്കാം. സോ പലർക്കും സംശയമുള്ള ഒരു കാര്യമായിരുന്നു, ITI ആയിരിക്കുമോ, അതായത് 10th + ITI ആയിരിക്കുമോ, 10th മാത്രമായിരിക്കുമോ നമ്മുടെ ഗ്രൂപ്പ് ഡിക്കുള്ള യോഗ്യത എന്ന്. അപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ITI ആണെങ്കിലും 10th ബേസിൽ ചില പോസ്റ്റുകൾ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പം ഞെട്ടിച്ചൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് 10th പാസ്സായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ ഇക്വാലന്റ് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗ്യതയാണ് പറയുന്നത്. അതായത് 10th അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിലേക്ക് വരുന്നുണ്ട്. ഏകദേശം 32,000-ൽ കൂടുതൽ ഒഴിവുകൾ നമുക്കിതിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. 32,000-ൽ കൂടുതൽ തന്നെ എന്തായാലും ഒഴിവുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് വാട്സാപ്പിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലായാലും ദെൻ ഓൾസോ പ്രധാനമായിട്ടും യൂട്യൂബിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായി കണ്ട് മനസ്സിലാക്കുക എന്താണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. കാരണം ഒരു ജോലിയിലേക്ക് എത്താനുള്ള പ്രധാന കടമ്പ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അപ്ഡേറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലർക്കും മുൻപൊക്കെ വിവിധ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഇതിൻ്റെ അപ്ഡേറ്റ് എവിടെയും ലഭിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ എല്ലാ കാലം മാറി നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി.